ഹരി ഓം ശ്രീരാമജയം. ഗർഗമുനിയാൽ രചിക്കപ്പെട്ട ഗർഗഭാഗവതം. ഗർഗഭാഗവതത്തിലെ ഒന്നാമത്തെ ഖണ്ഡം ഗോലോകഖണ്ഡം. ഗോലോകഖണ്ഡത്തിലെ 15 അധ്യായങ്ങൾ നമ്മൾ ഭഗവാന് ചൊല്ലി സമർപ്പിച്ചു കഴിഞ്ഞു. 16-ാം അധ്യായം രാധാകൃഷ്ണ വിവാഹം നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിരുന്നു. ഇന്ന് നമുക്ക് ബാക്കി ഭാഗം കൂടി ചൊല്ലി ഭഗവാന് സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ഹരി ശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശരദ്ദിഗജ പങ്കജ ശ്രിയമതീവ വിദ്വേഷകം മിളിന്ദമുനിസേവിതം കുലിശകഞ്ചചിഹ്നാവൃതം സ്ഫുരത്കനകനൂപുരം ദളിതഭക്തതാപത്രയം ചലദ്യുതിപദദ്വയം ഹൃദി ദധാമി രാധാപതേ. വദനകമലനിര്യദ്യസ്യ പീയൂഷമാദ്യം പിബതി ജനവരോയം പാദസോയം ഗിരം മേ. ബദരിവനവിഹാര സത്യവത്യാ കുമാര പ്രണതദുരിതഹാര ശാർഗധന്വാവതാരഃ. സാക്ഷാത് നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വ്യാസഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും രാധാദേവിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെയും രാധാദേവിയുടെയും ആ പാദപത്മങ്ങളിൽ ശിരസ് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് 16-ാം അധ്യായം ഭഗവാന് ചൊല്ലി സമർപ്പിക്കാം. രാധാകൃഷ്ണ വിവാഹം. രാധാകൃഷ്ണ വിവാഹം എന്നതിലൂടെ താത്വികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവാത്മ പരമാത്മ ലയനമാണ്. ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ പരമാത്മാവിലേക്ക് എത്തപ്പെടണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യകത ഉണ്ട്. ഗുരുവിൻ്റെ സാമീപ്യത്താൽ, ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമേ ജീവാത്മാവിന് പൂർണ്ണമായും പരമാത്മാവിൽ ലയിക്കുവാൻ കഴിയുകയുള്ളൂ. ഗുരു എന്നാൽ ജ്ഞാനം. ആ ഭക്തിയിലൂടെ പോയി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അപരാഭക്തിയും പരാഭക്തിയും. അപരാഭക്തിയിലൂടെ പോയി ജ്ഞാന സമ്പാദനത്തിന് ശേഷമുള്ളതാണ് പരാഭക്തി. അങ്ങനെയാണ് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ നമ്മുടെ ആ സ്വരൂപത്തിലേക്ക്, നമുക്ക് ആ സ്വരൂപ ജ്ഞാനം ഉണ്ടാവുക അപ്പോഴാണ്. ജീവാത്മാവിനെ ബാധിച്ചിരിക്കുന്ന ആ അജ്ഞതയുടെ ആ മറ, അല്ലെങ്കിൽ അജ്ഞതയുടെ ആവരണം നീങ്ങുമ്പോൾ അവിടെ പ്രകാശിക്കുന്നത് ആ പരമാത്മാ തത്വം തന്നെയാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ ഭാഗം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു, നന്ദഗോപര് ബാലക രൂപത്തിലുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെയും കൊണ്ട് ഭാണ്ഡീര വനത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അന്തരീക്ഷം മേഘാവൃതമാവുകയും ഭഗവാൻ, ആ കുഞ്ഞായിട്ടുള്ള ഭഗവാൻ പേടിച്ച് കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പം സഹസ്രകോടി സൂര്യന്മാരെ പോലെ അത്രയും ഒരു പ്രകാശം നന്ദഗോപരുടെ അടുത്തേക്ക് വരികയും അതിൽ നിന്നും രാധാദേവി സാക്ഷാത് ആദിപരാശക്തിയായിട്ട് തന്നെ നന്ദഗോപരുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ രാധാദേവിയുടെ ആ പ്രേരണ പ്രകാരം നന്ദഗോപര് ആ കുഞ്ഞിനെ, കുട്ടിയായിട്ടുള്ള ഭഗവാനെ രാധാദേവിയെ ഏൽപ്പിച്ചിട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങുന്നു. രാധാദേവി ഭഗവാനെ അങ്ങനെ നന്ദഗോപരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്നു. തുടർന്ന് ഭാണ്ഡീര വനത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഭഗവാൻ ശൈശവ രൂപം വിട്ട് കിശോര രൂപത്തിലേക്ക് മാറുന്നു. അപ്പോൾ അവിടെ ബ്രഹ്മദേവൻ വരുന്നു. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ലോകത്തിൻ്റെ രീതിപ്രകാരമുള്ള ആദ്യം ഭഗവാനെയും രാധാറാണിയെയും ബ്രഹ്മദേവൻ സ്തുതിക്കുന്നു. യുഗള സ്തുതി നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. അതിനുശേഷം പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ലോക വ്യവഹാരത്തിനനുസൃതമായി ലോകത്തെ നേർവഴിക്ക് നയിക്കാനായി ഞാൻ വൈവാഹിക വിധിപ്രകാരമുള്ള വിവാഹം നടത്തിത്തരാമെന്ന്. അങ്ങനെ ഭഗവാനും രാധാറാണിയും ചിരിച്ച് സമ്മതമൂളി അങ്ങനെ നിൽക്കുന്നു. തുടർന്നുള്ള ഭാഗം എന്ന് നോക്കാം നമുക്ക്. ശ്രീ നാരദ ഉവാച തദാ സ ഉത്ഥായ വിധിർഹുതാശനം പ്രജ്വാല്യ കുണ്ഡേ സ്ഥിതയോസ്തയോ പുരഃ. ശ്രുതീകരഗ്രാഹവിധിം വിധാനതോ വിധായ ധാതാ സമവസ്ഥിതോഭവത്. സവാഹയാമാസ ഹരിം ച രാധികം പ്രദക്ഷിണാ സപ്തഹിരണ്യരേതസഃ. നാരദ മഹർഷി തുടരുകയാണ്.
ഇപ്രകാരം സ്തുതിച്ചിട്ട് ബ്രഹ്മദേവൻ എഴുന്നേറ്റ് കുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് അതിനു മുൻപിൽ ഇരുന്നിരുന്ന രാധാദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും വിധിപ്രകാരം പാണിഗ്രഹണം ചെയ്യിപ്പിച്ചു. അതിനുശേഷം ബ്രഹ്മദേവൻ നിന്നുകൊണ്ട് രാധാദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും അഗ്നികുണ്ഡത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് രണ്ടുപേരെയും പ്രണമിച്ച് 7 മന്ത്രങ്ങൾ പഠിപ്പിച്ചു. ततश्च तौ तं प्रणमय्य वेदवित्तौ पाठयामास च सप्तमन्त्रकं ततो हरिर्वक्षसि राधिकायाः करं च संस्थाप्य हरे करं पुनः श्रीराधिकाया किल पृष्ठदेशके संस्थाप्य मन्त्रांश विधिप्रपाठयन् राधाकराभ्यां प्रददौ च मालिकां किञ्चल्किनीं कृष्णगलीलिनादिनीं हरे कराभ्यां वृषभानुजागले ततश्च वह्निं प्रणमय्य वेदवेत् संवासयामास सुपीडयोश्च तौ कृताञ्जलिर्मौनयुधौ पितामहः तौ पाठयामास तु पञ्चमन्त्रकं समर्प्य राधां च पितेव कन्यकाम्. അതിനുശേഷം ബ്രഹ്മദേവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ വക്ഷസ്ഥലത്ത് രാധാദേവിയുടെ കൈ വെപ്പിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈ രാധാദേവിയുടെ പുറത്ത് വെപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മദേവൻ അവരെ കൊണ്ട് വിവാഹമന്ത്രം ഉച്ചത്തിൽ ജപിപ്പിച്ചു. തുടർന്ന് രാധികയുടെ കൈകൊണ്ട് വണ്ടുകൾ പാറി നടക്കുന്നതും തേൻ നിറഞ്ഞതുമായ ഒരു താമരമാല ശ്രീകൃഷ്ണ ഭഗവാന്റെ കഴുത്തിൽ ധരിപ്പിച്ചു. തിരിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടും ബ്രഹ്മദേവൻ രാധാദേവിയുടെ കഴുത്തിലും അതുപോലെ ഒരു മാല ധരിപ്പിച്ചു. അതിനുശേഷം അവരെ കൊണ്ട് അഗ്നിയെ നമസ്കരിപ്പിക്കുകയും ആ അഭിനവ ദമ്പതിമാരെ ഒരു സുന്ദര സിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്തു. അവർ രണ്ടുപേരും കൈപിടിച്ച് മൗനം അവലംബിച്ചു. ബ്രഹ്മദേവൻ വീണ്ടും അവരെ 5 മന്ത്രങ്ങൾ പഠിപ്പിക്കുകയും പിതാവ് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് പോലെ രാധാദേവിയെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പുഷ്പാണി ദേവാവൃഷുസ്തദാ നൃപ വിദ്യാധരേഭിർനനൃതുസുരാംഗനാഃ ഗന്ധർവ വിദ്യാധരചാരണാഃ കുലം സകിന്നരാഃ കൃഷ്ണസുമംഗലം ജഹുഃ മൃദംഗവീണാമുരുയഷ്ടിവേണ ശംഖാനകാദുന്ദുഭയസ്തതാലകാഃ നേതുർമുഹുർദേവവരൈർദിവിസ്തിതൈർജയേത്യഭൂന്മംഗളശബ്ദമുच्चकैः ഉവാച തത്രൈവ വിധിം ഹരിഃ സ്വയം യഥേപ്സിതാം തും വദ വിപ്രദക്ഷിണാം തഥാ ഹരിം പ്രാഹ വിധി പ്രഭോ മേ ദേഹി ത്വദംഘ്ര്യോർനിജഭക്തി ദക്ഷിണാം. നാരദ മഹർഷി തുടരുകയാണ്. ആ സമയത്ത് ദേവതമാരെല്ലാം അവിടെ വരികയും അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ദേവന്മാർ പുഷ്പങ്ങൾ വർഷിക്കുകയും ദേവാംഗനമാരോടൊപ്പം വിദ്യാധരിമാർ നൃത്തം വയ്ക്കുകയും ചെയ്തു. ഗന്ധർവന്മാരും വിദ്യാധരന്മാരും ചാരണന്മാരും കിന്നരന്മാരും മധുരസ്വരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനു വേണ്ടി മംഗളഗാനം ആലപിച്ചു. മൃദംഗം, വീണ, വേണു, ശംഖ്, ദുന്ദുബി, കൈമണി മുതലായവ ഏന്തിക്കൊണ്ട് ആകാശത്ത് നിന്ന് ശ്രേഷ്ഠദേവന്മാർ മംഗളശബ്ദങ്ങൾ ഉച്ചസ്വരത്തിൽ ഉച്ചരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജയജയാരവം മുഴക്കി. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്, ഏത് കർമ്മം ചെയ്താലും നമ്മൾ ആ പുരോഹിതന് അല്ലെങ്കിൽ ആ ആചാര്യന് ദക്ഷിണ സമർപ്പിക്കുക പതിവാണ്. അപ്പോൾ ഭഗവാന്റെയും ദേവിയുടെയും വിവാഹമല്ലേ ഇവിടെ നടത്തി കൊടുത്തത്. അപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്, താങ്കളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ദക്ഷിണ ചോദിക്കൂ എന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ ഉത്തരം പറയുകയാണ്, അല്ലയോ പ്രഭോ, എനിക്ക് അവിടുത്തെ പാദാരവിന്ദങ്ങളിലുള്ള ഭക്തി ദക്ഷിണയുടെ രൂപത്തിൽ തന്നാലുമെന്നും. ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങളിലുള്ള സുദൃഢമായ ഭക്തി, അതിലും വലുതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ബ്രഹ്മദേവൻ അത് തന്നെയാണ് ചോദിച്ചത്, ഇളകാത്ത ഭക്തി. ആ ഭക്തി മാത്രം മതി എനിക്ക്, അത് അങ്ങ് ദക്ഷിണയുടെ രൂപത്തിൽ തന്നാലും എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ തഥാസ്തു വാക്യം വദതോ വിധിർഹരേ ശ്രീരാധികായാശ്ച പദദ്വയം ശുഭം നത്വാ കരാഭ്യാം ശിരസാ പുനഃ പുനഃ ജഗാമഗേഹം പ്രണതഃ പ്രഹർഷിതഃ. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. തഥാസ്തു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ബ്രഹ്മദേവനെ അനുഗ്രഹിക്കുകയാണ്. ബ്രഹ്മദേവൻ വളരെ സന്തോഷവാനായിട്ട് ശ്രീ രാധാദേവിയുടെയും ഭഗവാന്റെയും പാദങ്ങളിൽ വീണ്ടും വീണ്ടും വണങ്ങുകയാണ്. വീണ്ടും വീണ്ടും പ്രണമിക്കുകയും
വണങ്ങുകയും ചെയ്ത് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തിട്ട് വളരെ സന്തോഷവാനായിട്ട് ഭഗവാൻ ബ്രഹ്മദേവൻ സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. തതോ നികുഞ്ചേഷു ചതുർവിധാനം ദിവ്യം മനോജ്ഞം പ്രിയയാ പ്രദത്തം ജഘാസ കൃഷ്ണ പ്രഹസൻ പരാത്മാ കൃഷ്ണേന ദത്തം ക്രമുകം ച രാധാം തതഃ കരേണാപി കരം പ്രിയായ ഹരിർഗൃഹീത്വാ പ്രചലൻ നികുഞ്ചേം ജഗാമ ജൽപൻ മധുരം പ്രപശ്യൻ വൃന്ദാവനം ശ്രീയമുനാം ലതാശ്ച ശ്രീമല്ലതാ കുഞ്ച നികുഞ്ച മധ്യേ നിലീയമാനം പ്രഹസന്തമേവ വിലോക്യ ശാഖാന്തരിതം ച രാധ ജഗ്രാഹ പീതാംബരമാവ്രജന്തീം. അങ്ങനെ ബ്രഹ്മദേവൻ സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചുപോയി. ഭഗവാൻ രാധാദേവിയോടൊപ്പം യമുന നദിയുടെ തീരത്തുള്ള നികുഞ്ചത്തിലേക്ക് പോവുകയാണ്. അവിടെ നികുഞ്ചത്തിൽ രാധാദേവിയാൽ അർപ്പിതമായതും ദിവ്യവും മനോഹരവുമായതുമായ ചതുർവിധ അന്നം ഭഗവാൻ ഭക്ഷിച്ചു. രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകൾ കൊണ്ട് കിട്ടിയ അന്നവും ഭക്ഷിച്ചു. പിന്നീട് അവർ മധുരാന്നം ഭുജിക്കുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ രാധാദേവിയുടെ കൈ പിടിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ ലതകളെയും വൃക്ഷങ്ങളെയും ശ്രീ യമുനയുടെ ശോഭയും വൃന്ദാവന ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് യമുനാ തീരത്ത് വിഹരിച്ച് മധുര വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നികുഞ്ചത്തിലേക്ക് പോയി. പിന്നീട് അവരുടെ ആ ലീലകളാണ് അവിടെ പറയുന്നത്. ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞാൽ ആനന്ദം മാത്രമാണുള്ളത്. പരമാനന്ദത്തിൻ്റെ തലമാണത്. മഹർഷിമാർക്കത് വാക്കുകളിലൂടെ വർണ്ണിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അത് അനുഭൂതിയുടെ തലമാണ്. അനുഭവിച്ച് മാത്രം അറിയാനുള്ളതാണ്. നമ്മളെപ്പോലെയുള്ള ലൗകികർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അത് ഭഗവാന്റെയും ദേവിയുടെയും ഓരോ ലീലകളായിട്ടാണ് വാക്കുകളിലൂടെ വർണ്ണിക്കുന്നത്. അതിന് മഹർഷിമാർ എപ്പോഴും ഒരു ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്ന ഒരു പെൺകുട്ടി, ഒരു കാമുക സംഗമം പോലെയാണ് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മഹർഷിമാർ അവിടെ വർണ്ണിക്കുന്നത്. അവരുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും അത്. അങ്ങനെ ആ ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞാൽ അവിടെ ദുഃഖമില്ല, ശാന്തി മാത്രമാണുള്ളത്. ശാന്തിയും സമാധാനവും ആനന്ദവും മാത്രമാണ്. അത് വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എങ്ങനെ വർണ്ണിക്കാമോ അതിനാണ് മഹർഷി ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. വള്ളിക്കുടിലിൽ വന്ന് ഒളിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ശാഖകൾക്കിടയിലൂടെ കണ്ടിട്ട് പിന്നിലൂടെ വന്ന രാധാദേവി ഭഗവാന്റെ പീതാംബരത്തിൻ്റെ അഗ്രഭാഗം പിടിച്ചു വലിച്ചു. അത് കഴിഞ്ഞ് രാധാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് ഓടിപ്പോവുകയും രാധാദേവി ഓടിപ്പോകുമ്പോൾ രാധാദേവിയുടെ പാദസരത്തിൻ്റെ ശബ്ദം സുന്ദരമായ ആ ശബ്ദം അവിടെ വർണ്ണിക്കുന്നുണ്ട്. ആ ശബ്ദത്തോടെ ഓടിപ്പോവുകയും അങ്ങനെ യമുനാ നികുഞ്ചത്തിൽ പോയി ഒളിക്കുകയും ചെയ്യുന്നു. ആ ലീലകളാണ് അവിടെ വർണ്ണിക്കുന്നത്. രാസലീലയാണ്. ഭഗവാനും രാധാദേവിയും തമ്മിലുള്ള ആ ലീലകൾ. രാധാദേവി കൃഷ്ണന്റെ കൈ എത്തുന്ന ദൂരത്ത് നിന്നുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് ഓടിപ്പോകുന്നു. അങ്ങനെ യമുനാ നികുഞ്ചത്തിൽ പോയി ഒളിക്കുന്നു. രുദ്രാവരാധ ഹരിഹസ്ത പത്മ ഝങ്കാരമംഘ്ര്യോ പ്രതീകുർവതി കൗം നിലീയമാനാ യമുനാ നികുഞ്ചേ പുനർവ്രജന്തി ഹരിഹസ്തമാത്രാത് യഥാ തമാല കലധൗതവല്യാ ഘനോ യഥാ ചഞ്ചലയാ ചകാസ്തീം നീലാദ്രിരാജോ നികഷാമഘന്യാ ശ്രീരാധയാദ്യസ്തു തഥാരമണ്യാം ശ്രീരാസരംഗേ ജനവർജിതേ പരേ രേമേ ഹരിരാസരസേന രാധയാം. അങ്ങനെ വീണ്ടും അവരുടെ ആ കേളികളാണ് അവിടെ പറയുന്നത്. രാധാദേവി ഭഗവാന്റെ കൈ എത്തുന്ന ദൂരത്ത് നിന്നുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് ഓടിപ്പോകുന്നു. ഭഗവാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ തമാലം സ്വർണ്ണലതകളാലും മേഘം മിന്നൽ പിണരുകളാലും മരതക്കല്ലിൻ്റെ പർവ്വതം സ്വർണത്തിൻ്റെ ഉരകല്ലിനാലും ശോഭിക്കുന്നത് പോലെ രമണി രാധയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ശോഭിതനായി.
വൃന്ദാവനേ ഭൃംഗമയൂരകൂജലതേ ചരന്ത്യേവരതീശ്വരഃ പരഃ ശ്രീരാധയാ കൃഷ്ണഹരിപരാത്മാ നനർത്ത ഗോവർദ്ധനകന്ദരാസു മത്താലിഷു പ്രസർവണൈ സരോഭിർവിരാജിതാസു ദ്യുതിമല്ലതാസു ചചാര കൃഷ്ണോ യമുനാം സമേത്യ വാരാം വിഹാരം വൃഷഭാനുപുത്ര്യാം. അതിനുശേഷം അവർ അവിടെ നിന്നും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ആ ഗുഹകളിൽ രാധാദേവിയോടൊപ്പം ഭഗവാൻ ആനന്ദ നൃത്തം ചവിട്ടി എന്നാണ് പറയുന്നത്. അതിനുശേഷം അവിടെ നിന്നും യമുനാ നദിയുടെ അടുത്തേക്ക് വീണ്ടും വന്നു. ആ യമുനാ നദിയിൽ രാധാദേവിയോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വിഹരിച്ചു. രാധാകരാലക്ഷദളം സപത്മം ധാവൻ ഗൃഹീത്വാ യമുനാജലേഷു രാധാഹരേ പീതപടം ച വംശീം വേത്രം ഗൃഹീത്വാ സഹസാഹസന്തീം ദീഹീതി വംശീം വദതോ ഹരേശ്ച ജഗാദ രാധാ കമലം नु ദീഹീം. അവിടെ ഉള്ള വീണ്ടും അവരുടെ ലീലകളാണ് പറയുന്നത്. അവിടെ ഭഗവാൻ യമുനയിൽ വിടർന്ന ലക്ഷദള കമലങ്ങളെ രാധാദേവിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചിട്ട് ഓടിപ്പോയി എന്നാണ്. രാധാദേവി അപ്പം ചിരിച്ചുകൊണ്ട് ഭഗവാന്റെ പിന്നാലെ ഓടിപ്പോവുകയും ഭഗവാന്റെ ഓടക്കുഴലും പീതാംബരവും ചൂരൽ വടിയും സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, എൻ്റെ ഓടക്കുഴൽ തിരിച്ചു തരൂ എന്ന്. രാധാദേവി അപ്പോൾ പറയുന്നു, എൻ്റെ പത്മം തിരിച്ചു തരാമെങ്കിൽ ഞാൻ ഓടക്കുഴൽ തിരിച്ചു തരാമെന്നും. തസ്യൗ ദദൗ ദേവവരോധ പത്മം രാധാ ദദൗ പീതപടം ച വംശീം വേത്രം ച തസ്മൈ ഹരയേ തയോ പുനർബഭൂവ ലീലാ യമുനാ തടേഷു. അങ്ങനെ രാധാദേവിയുടെ പത്മം തിരിച്ചു കൊടുത്തപ്പോൾ രാധാദേവി ഓടക്കുഴലും തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ കുറേ നേരം ആ ലീലകളാൽ ആ യമുന നദീതടത്തിൽ അങ്ങനെ ശോഭിച്ചു. അതിനുശേഷം തതശ്ച ഭാണ്ഡീരവനെ പ്രിയായാശ്ചകാര ശൃംഗാരമലം മനോജ്ഞം. അതിനുശേഷം അവർ വീണ്ടും ഭാണ്ഡീരവനത്തിൻ്റെ അടുത്തേക്കാണ് പോയത്. പത്രാവലീയാ പാവക കജ്ജലാദ്യൈ പുഷ്പൈ സുരഗ്നിർവ്രജഗോപരഗ്നഃ. അതിനുശേഷം ഭാണ്ഡീരവനത്തിൻ്റെ അടുത്തെത്തിച്ചേർന്നു. ഭഗവാൻ രാധാദേവിയെ സുന്ദരമായി അലങ്കരിക്കുകയാണ്. കാലിൽ ചായം തേച്ചും കണ്ണിൽ കൺമഷി എഴുതിയും ഉത്തമമായ രത്നങ്ങളും പുഷ്പങ്ങളും ചാർത്തിയും ഭഗവാൻ ദേവിയെ അലങ്കരിച്ചു. ഹരേശ്ച ശൃംഗാരമലം പ്രകൃതം സമുദ്യതാ തത്ര യഥാ ഹി രാധാം തദൈവ കൃഷ്ണസ്തു ബഭൂവ ബാലോ വിഹായ കൈശോരവപു സ്വയം ഹീം. ഭഗവാൻ രാധാദേവിയെ അതിസുന്ദരമായിട്ട് അലങ്കരിച്ചു. അപ്പോൾ രാധാദേവിക്കും ആഗ്രഹം ഭഗവാനെ അലങ്കരിക്കണമെന്ന്. രാധാദേവി അതിന് തുടങ്ങിയപ്പോഴേക്കും ഭഗവാൻ പെട്ടെന്ന് ഏത് രൂപത്തിലാണോ നന്ദഗോപര് രാധാദേവിയെ ഏൽപ്പിച്ചത് ആ ശൈശവ രൂപത്തിലേക്ക് പെട്ടെന്ന് മാറി. നന്ദേന ദത്തം ശിശുമേവ യാദൃശം ഭൂമൗലുഢന്തം പ്രതിദുന്ദമാഭയാത് ഹരിം വിലോക്യാശുരുരോദരാധിക തനോഷി മായാം नु കഥം ഹരേ മയീം ഇത്തം രുദന്തീം സഹസാ വിഷണ്ണാം ആകാശവാഗാഹ തദൈവ രാധാം ശോചം ന രാധേ ഇഹ മാ കുരു ത്വം മനോരഥസ്തേ ഭവിതാ ഹി പശ്ചാത്. രാധാദേവിക്ക് പെട്ടെന്ന് വിഷമമായിപ്പോയി. രാധാദേവി ഭഗവാനെ അതുപോലെ അലങ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞു കുട്ടിയായിട്ട് നന്ദഗോപര് കൊടുത്ത ആ കുഞ്ഞു കുട്ടിയായിട്ട് നിലത്ത് കിടന്ന് കരയുന്ന ആ ഭാവത്തിലേക്ക് ഭഗവാൻ മാറിയത്. രാധാദേവി അതീവ ദുഃഖിതയായിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ ഹരേ, എനിക്ക് മേൽ എന്തിനാണ് അങ്ങയുടെ ഈ മായാപ്രയോഗം എന്ന് ചോദിച്ച് ദേവി അതീവ ദുഃഖിതയായിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആകാശത്ത് നിന്നും ഭഗവാന്റെ മധുരതരമായ ആ ശബ്ദം കേൾക്കാൻ പറ്റി ദേവിക്ക്. അല്ലയോ രാധേ, ഇപ്പോൾ നീ വിഷമിക്കാതിരിക്കൂ, കുറച്ചു നാളുകൾക്ക് ശേഷം നിന്റെ മനോരഥം പൂർണ്ണമാകുമെന്ന്. ശ്രുത്വാധ രാധാ ഹി ഹരിം ഗൃഹീത്വാ ഗദാശു ഗേഹേ വ്രജരാജപത്ന്യാം. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധാദേവിക്ക് സന്തോഷമായി, സമാധാനമായി. രാധാദേവി ആ ശിശു രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയും എടുത്തുകൊണ്ട് വ്രജത്തിലേക്ക് പോയി.
ദത്വാ ച ബാലം കിലപനന്ദപത്ന്യാ ഉവാച ദത്തം പതിതേ ച ഭർത്ര. അങ്ങനെ യശോദാമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ. എന്നിട്ട് പറയുകയാണ്, അല്ലയോ മാതേ, താങ്കളുടെ പതിദേവൻ വഴിയിൽ വെച്ച് ഈ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചതാണ് എന്ന്. ഭഗവാന്റെ മായയാണ്. നന്ദഗോപരും യശോദാമ്മയ്ക്കും ശരിക്കും രാധാദേവിയെ രാധയായിട്ട് കാണാനേ അപ്പോൾ പറ്റുന്നുള്ളൂ. ആ ആദ്യ പരാശക്തിയായിട്ട് വന്നതൊക്കെ അപ്പോൾ തന്നെ നന്ദഗോപരുടെ ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരുന്നു. ഉവാച രാധാം നൃപനന്ദഗേഹിനി ധന്യാസി രാധേ വൃഷഭാനുകന്യകീം ത്വയാ ശിശുർമേ പരിരക്ഷിതോ ഭയാത് മേഘാവൃതേ വ്യോംനിഭയാതുരോ വനേ സംപൂജിതാ സദ്ഗുണശ്ലാഘിതാ സാനന്ദിതാ സാ വൃഷഭാനുപുത്രീം യദാ ഹ്യനുഞ്ജാഭിരശോ മതീം സാ ശനൈ സ്വഗേഹം നിജകാമരാധാം. അപ്പോൾ യശോദാമ്മ വളരെ സന്തോഷത്തോടെ പറയുകയാണ്, അല്ലയോ വൃഷഭാനു നന്ദിനി, രാധേ, നീ ധന്യയാണ്. കാരണം ആ സമയത്ത് ആകാശം മേഘാവൃതമായിരിക്കുമ്പോൾ ഭയഭീതനായിരിക്കുന്ന എൻ്റെ ഓമനയെ നീയാണ് പൂർണ്ണമായും രക്ഷിച്ചത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദറാണി രാധാദേവിയെ വേണ്ടും വിധം സൽക്കരിക്കുകയും രാധാദേവിയുടെ സദ്ഗുണങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അത് കേട്ടിട്ട് രാധാദേവി വളരെ പ്രസന്നയായി. അങ്ങനെ യശോദാമ്മയോട് യാത്ര ചോദിച്ചിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് പോവുകയാണ് രാധാദേവി. ഇത്തം ഹരിർഗുപ്ത കഥാ ച വർണ്ണിത രാധാ വിവാഹസ്യ സുമംഗലാവൃതാം ശ്രുതാ ച യൈർവാ പഠിതാ ച പാഠിതാ താൻ പാപവൃന്ദാന കഥാ സ്പൃശന്തീം. നാരദ മഹർഷി തുടർന്ന് പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, ഇപ്രകാരം ശ്രീ രാധാദേവിയുടെ വിവാഹത്തിൻ്റെ പരമമംഗളമായ ഈ രഹസ്യ ചരിത്രം ഇപ്പോൾ ഇവിടെ വർണ്ണിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനെ പാപം ഒരിക്കലും സ്പർശിക്കുക പോലുമില്ല എന്ന്. നാരദ മഹർഷി ഇതിൻ്റെ ഫലശ്രുതി പോലെയാണിത് പറയുന്നത്. ഈ അതീവ രഹസ്യമായ വിവാഹമാണ് ഇവിടെ ഇപ്പോൾ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പറയുന്നവനും കേൾക്കുന്നവനും ഒക്കെ ഒരിക്കലും ഒരു പാപത്തിലും ചെന്ന് പെടുകയില്ല, പാപവിമുക്തരായി തീരും എന്നാണ് നാരദ മഹർഷി അവിടെ പറയുന്നത്. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രാധാകൃഷ്ണ വിവാഹം എന്ന 16-ാം അധ്യായം ഇവിടെ സമാപ്തമാവുകയാണ്. അടുത്തത് 17-ാം അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകളാണ്. അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.